ഇന്നത്തെ വീഡിയോയിൽ കടലയും കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാൻ പോകുന്നു. തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ തോരൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം അടുപ്പിലൊരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുകും നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്ക് ചേർത്ത് കൊടുക്കാം. കടല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ കടലയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കാം. നമുക്കിനി അടപ്പം തുറന്ന് നോക്കാം. നമ്മുടെ കടല ഇവിടെ അത്യാവശ്യം വെന്ത് റെഡിയായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി. നമുക്ക് അടപ്പം തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ കടലത്തോരൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു തോരനാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.